ഞാനിവിടെ ഗാന്ധിധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ റിട്ടയർ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ റൂമിലേക്ക് ഡോർമെട്രി എങ്ങനെയാണെന്ന് മുകളിലേക്ക് പോയി നോക്കി. അപ്പോൾ കണ്ട കാഴ്ച ഉണ്ടല്ലോ, ഒരു റൂം, അതിൽ അടുത്തടുത്തടുത്തടുത്തായി ഓരോ സിംഗിൾ ബെഡ് ഇട്ടിട്ടുണ്ട്, കട്ടിലിട്ടിട്ടുണ്ട്. ആ കട്ടിൽ കയറി കിടന്നോളാം, ബാഗൊക്കെ കട്ടിലിൻ്റെ മുകളിൽ തന്നെ വെച്ചോളാം. ഒരു ലോക്കർ പോലും ഇല്ല. ഇവിടെ ഞാൻ എങ്ങനെ കിടന്നുറങ്ങും ഗൈസ്? ഞാൻ ഡബിൾ റൂം ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് കൺഫേം ആയില്ല. ഞാൻ ഒറ്റൊരാൾ ഉള്ളതുകൊണ്ടാണോ ഇവർ ഡിനൈ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് പൈസ ഇങ്ങനെ റീഫണ്ട് വന്നു. 2 തവണ ഞാൻ ഡബിൾ ബെഡ്റൂം ബുക്ക് ചെയ്തു, അത് കിട്ടിയില്ല. എന്നിട്ട് ഇപ്പം നോക്കിയ സമയത്ത്, കഴിഞ്ഞ ദിവസം നോക്കിയ സമയത്ത് ഇപ്പം റൂമില്ല, നോ റൂം അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. എന്നിട്ട് ഡോർമെട്രി ബുക്ക് ചെയ്തപ്പോൾ 24 മണിക്കൂറിന് വെറും 95 രൂപയാണ് ആയത്. ഇതുപോലെ ആണെങ്കിൽ 95 രൂപയല്ലേ മേടിക്കുള്ളൂ. ഒരു പ്രൈവസി എന്ന് പറഞ്ഞൊരു സാധനമില്ല. അവിടെ ഞാൻ കിടന്നുറങ്ങിയാൽ രാവിലെ ആകുമ്പോഴേക്കും എൻ്റെ ബാഗ് പോയിട്ട് എൻ്റെ ഷഡ്ഡി വരെ എൻ്റെ ഉണ്ടാവില്ല. എല്ലാം ആരെങ്കിലൊക്കെ അടിച്ചിട്ട് കൊണ്ടുപോകും. ഉള്ളിലുള്ള ആ ഒരു ചുമരിനുള്ള ചിത്രങ്ങൾ കണ്ടോ നിങ്ങൾ? പൊളിച്ച് സാൾട്ട് ഫാമിംഗ് ഇൻ കച്ച്. കച്ചിലെ ഉപ്പിൻ്റെ ആ ഒരു പാടത്ത് പണിയെടുക്കുന്നതാണ് ഇത്. തൊട്ടപ്പുറത്തായിട്ട് എന്താ വൈറ്റ് റാൺ ഓഫ് കച്ച്, ഉപ്പ് റാൺ ഓഫ് കച്ചിൽ ആ ഒരു ഡെസേർട്ട് പോലെ കണ്ടോ, അതിലൂടെ ഒട്ടകം ഇങ്ങനെ കൊണ്ടുവന്നത്. പിന്നെയുള്ളത് വിജയ് വിലാസ് പാലസ് മാണ്ഡ്വി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ഒരു പാലസാണ് ഇത്, വിജയ് വിലാസ് പാലസ്. പിന്നെയുള്ളത് കൾച്ചർ ലൈഫ് ഓഫ് കച്ച് ആ ഒരു എന്താ പറയണ്ടേ, നമ്മളേതോ ഒരു സിനിമയിൽ മലയാള സിനിമയുണ്ടല്ലോ, ഫഹദ് ഫാസിൽ ഒരു ഡെസേർട്ടിൽ പണിയെടുക്കുന്ന, എൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല, അത് അങ്ങനെയുള്ള കുറേ ചിത്രങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈഗ്രേറ്ററി ഫ്ലേമിങ്സ് ഇൻ ചാരിദന്ത്, കുടിയേറി വന്ന പക്ഷികളാണെന്ന് തോന്നുന്നു കേട്ടോ, മൈഗ്രേറ്ററി ബേർഡ്സായത്. അത് തന്നെ ഇവിടെ ഉണ്ടല്ലോ ഒന്ന്, ദീൻദയാൽ പോർട്ട് കാണ്ട്ല. ഇത് കാണ്ട്ലത്തെ പോർട്ടിൻ്റെ ചിത്രമാണേ. ദീനുദയാൽ പോർട്ട് എന്നാണ് അതിൻ്റെ പേര്, ദീൻദയാൽ പോർട്ട് കാണ്ട്ല. സോ ഈ കാണുന്നതാണ് ഗാന്ധിധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ കെട്ടിടം കേട്ടോ. അത്യാവശ്യം ഒരു ഏകദേശം നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അത്ര പോലും ഇല്ല കേട്ടോ ഇത്. ഞാൻ വിചാരിച്ചു അതിനേക്കാളും വലിയ റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കുമെന്ന്. അത്ര വലിപ്പമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഇന്ത്യൻ പതാക ഇങ്ങനെ കാറ്റത്ത് പാറി പറക്കുന്നുണ്ട്. എന്ത് രസമല്ലേ അത് കാണുമ്പോൾ, മനസ്സിനൊരു സുഖമാണ്. ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിലെ കച്ച് ജില്ലയിലെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയും ഒരു എക്കണോമിക് ഹബ്ബ് കൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഗാന്ധിധാം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഭായി പ്രതാപ് ദയൽദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു സ്ഥലം സ്ഥാപിച്ചത് എന്നാണ് ഹിസ്റ്റോറിക്കലി നോക്കുന്ന സമയത്ത് പറയപ്പെടുന്നത്. അതുപോലെ കാണ്ട്ല തുറമുഖത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റി കൂടിയാണ് ഈ ഒരു ഗാന്ധിധാം. ഇന്ത്യൻ റെയിൽവേ ഗാന്ധിധാം ബ്രോഡ് ഗേജ് റെയിൽവേ രൂപീകരിക്കുന്നതിന് മുമ്പ് കച്ച് സ്റ്റേറ്റ് റെയിൽവേയുടെ നാരോ ഗേജ് റെയിൽവേ ലൈൻ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ട്യൂണ തുറമുഖത്ത് നിന്ന് അഞ്ചാറിലേക്ക് ഒരു ട്രെയിൻ ആ ഒരു സമയത്ത് ഓടിച്ചിരുന്നത്. കച്ച് എന്ന സ്ഥലത്തുണ്ടായിരുന്ന മഹാറാവു ഗൻഗാർജി ബാവ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ആ ഒരു റെയിൽവേക്ക് ധനസഹായം നൽകിയത്. 1905 ആ ഒരു റെയിൽവേ സർവീസ് ആരംഭിച്ചത്. 1908 നേരത്തെ പറഞ്ഞ അഞ്ചാറിൽ നിന്ന് നേരെ ഭുജ് വരെ ആ ഒരു റെയിൽവേ ലൈൻ നീട്ടി. 1910 ഗൾഫ് ഓഫ് കച്ചിന് താഴെയായിട്ടുള്ള വർഷമേധിയിൽ നിന്നും ഗാന്ധിധാമിന് തൊട്ടടുത്തുള്ള സമാഖ്യാലി ജംഗ്ഷനിലെ, നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും, ആ ഒരു ജംഗ്ഷന് തൊട്ടടുത്ത് ബച്ചവ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ ഒരു ബച്ചവിലേക്ക് വർഷമേധിയിൽ നിന്നുള്ള റെയിൽവേ ലൈൻ തുറന്നു. അങ്ങനെ 1930 അഞ്ചാറിൽ നിന്ന് കാണ്ട്ലയിലേക്കുള്ള, അതായത് കാണ്ട്ല പോർട്ടിലേക്കുള്ള 15 മൈൽ റെയിൽവേ ലൈനും ഇവരാരംഭിച്ചു. 1950 ഇന്ത്യൻ റെയിൽവേ കാണ്ട്ലയിൽ നിന്ന് ദിസ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ദിസ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ബിൽദി പലൻപൂർ ജംഗ്ഷനൊക്കെ അടുത്ത് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ കാണ്ട്ലയിൽ നിന്ന് ദിസ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് 1950 ഇന്ത്യൻ റെയിൽവേ പുതിയൊരു റെയിൽവേ ലൈൻ കണക്ട് ചെയ്തു. ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം 1951 കച്ച് സ്റ്റേറ്റ് റെയിൽവേ നേരെ വെസ്റ്റേൺ റെയിൽവേ ആയിട്ട് മെർജ് ആവുകയും 1955 ഗാന്ധിധാം സ്റ്റേഷൻ്റെ തറക്കല്ലിടുകയും ചെയ്തു. വിരംഗം, വാങ്കനീർ, ഗാന്ധിധാം സെക്ഷൻ 1980 കഴിഞ്ഞപ്പോൾ ഗേജ് കൺവേർഷനും നടന്നു. ശേഷം ഗാന്ധിധാമിൽ നിന്ന് മുംബൈയിലേക്ക് 1984 ആദ്യ ട്രെയിൻ ഓടിത്തുടങ്ങി. ഗാന്ധിധാമിൽ നിന്നും ഭുജിലേക്കുള്ള സെക്ഷൻ കൂടി ഗേജ് കൺവേർഷൻ ആയപ്പോൾ ഗാന്ധിധാം വരെ ഉണ്ടായിരുന്ന ഒരുപാട് ട്രെയിനുകൾ നേരെ ഭുജിലേക്ക് എക്സ്റ്റെൻഡ് ആക്കുകയും ചെയ്തു.
പലൻപൂർ ജംഗ്ഷനിൽ നിന്നും ഗാന്ധിധാമിലേക്ക് വരുന്ന റെയിൽവേ ലൈൻ 2006-ലാണ് ഗേജ് കൺവേർഷൻ നടന്നത് കേട്ടോ. അതുവരെ മീറ്റർ ഗേജ് ആയിരുന്നു ആ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഗാന്ധിധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വെസ്റ്റേൺ റെയിൽവേയുടെ അഹമ്മദാബാദ് ഡിവിഷൻ്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ ഇവിടെ ഈ ഒരു ഗാന്ധിധാമിന് ഒരു ഡീസൽ ലോക്കോ ഷെഡ് കൂടിയുണ്ട്. ഗുഡ്സ് ലോക്കോ ആയിട്ടുള്ള WDG 4G, WDG 6G അങ്ങനെ ഒരുപാട് ഡീസൽ ലോക്കോകൾ ഇവരെ ഈ ഒരു ലോക്കോ ഷെഡിനുണ്ട് കേട്ടോ, ഗാന്ധിധാം ഡീസൽ ലോക്കോ ഷെഡിന്. അതുപോലെ ഈ ഒരു ഗാന്ധിധാമിൽ നിന്ന് ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് നമ്മുടെ ജമ്മു കാശ്മീരിലെ കത്രയിലേക്ക് സർവോദയ എക്സ്പ്രസ് പറഞ്ഞിട്ട് ഒരു ട്രെയിൻ ഉണ്ട്. ഒഡീഷയിലെ പുരിയിലേക്കുണ്ട്, കാമാഖ്യയിലേക്കുണ്ട്, ബംഗളൂരു, വിശാഖപട്ടണം, തിരുനെൽവേലി അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾ ഈ ഒരു ഗാന്ധിധാമിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്നുള്ള ഒരു വലിയ കൂട്ടം ഹിന്ദു അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് കുടിയേറി വന്നു. അന്ന് അവർക്ക് വേണ്ടി സിന്ധു റീസെറ്റിൽമെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് SRC എന്ന് പറയും, ആ ഒരു പദ്ധതി കൊണ്ടുവന്നത് ഭായി പ്രതാപായിരുന്നു. അന്നത്തെ കച്ച് മഹാരാജാവായിരുന്ന വിജയരാജി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി പാകിസ്ഥാനിലെ സിന്ധിൽ നിന്നും ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന ഹിന്ദുക്കളെ പുനരധിവസിപ്പിക്കുന്നതിനായിട്ട് 15,000 ഏക്കർ ഭൂമി സിന്ധ് റീസെറ്റിൽമെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് ആ ഒരു ഓർഗനൈസേഷന് ദാനമായിട്ട് കൊടുത്തു. അങ്ങനെ നിർമ്മിച്ചെടുത്ത സ്ഥലമാണ് ഇന്ന് കാണുന്ന ഗാന്ധിധാം എന്നാണ് ചരിത്രപരമായിട്ടുള്ള ഇത് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത്. മുമ്പ് മരുഭൂമി പോലെ ഉണ്ടായിരുന്ന ഈ ഒരു സ്ഥലം ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി പ്രതാപ് ദയൽദാസ് തേളുകളെ കൊല്ലാനായിട്ട് 25 പൈസയും പാമ്പുകളെ കൊല്ലാനായിട്ട് 50 പൈസയും പ്രോത്സാഹന സമ്മാനം കൊണ്ടുവരികയും അങ്ങനെ ആൾക്കാരൊക്കെ അതിനെ കൊന്ന ശേഷം മഹാരാജാവിൻ്റെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ട് ഈ ഒരു സ്ഥലം മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഈ ഗാന്ധിധാം സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു സ്റ്റീം എൻജിൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ മൊത്തം എഴുതിയിരിക്കുന്ന ഹിന്ദിയിലാണ്. എനിക്ക് ഹിന്ദി അത്യാവശ്യം നല്ലോണം അറിയുന്നുണ്ട്, വായിച്ചപ്പോൾ തന്നെ എല്ലാം മനസ്സിലായി. ഞാൻ നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്തിട്ട് മൊത്തം ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു സ്റ്റീം ക്രെയിനാണ് കേട്ടോ, ക്രെയിനാണ് സാധനം. ബ്രോഡ് ഗേജാണ്, മീറ്റർ ഗേജ് ഒന്നുമല്ല. പക്ഷെ ഇവിടുന്ന് നോക്കുന്ന സമയത്തൊന്നും മനസ്സിലാവില്ല. അതാ പുക സ്റ്റീം ഉണ്ടാക്കുന്ന ആ ഒരു പുട്ടുകുറ്റി പോലത്തെ സ്ഥലം, ആ ഒരു സാധനം ഫ്രണ്ടിൽ കാണാം. 1948 നിർമ്മിച്ചതെന്നുള്ള ആ ഒരു ബിൽറ്റ് എന്ന് എഴുതിയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ഇതിൻ്റെ നമ്പർ 570 കേട്ടോ. ഇതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിർമ്മാതാവ്, അതായത് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കൊവാൻസ് ഷെൽട്ടൺ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിമിറ്റഡ് കമ്പനിയാണ്. ഇംഗ്ലണ്ടിലാണ് കേട്ടോ. അത് ഇംഗ്ലണ്ടിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള ഒരു ക്രെയിൻ ആണ്, ഒരു സ്റ്റീം ക്രെയിൻ. 1947 നിർമ്മിച്ച വർഷം, കമ്മീഷൻ ചെയ്ത് 1948 അതുപോലെ തന്നെ ഇതിൻ്റെ വില എന്ന് വെച്ചാൽ, ക്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ള വില എന്ന് വെച്ചാൽ 2,31,000 രൂപയാണ് ഇതിൽ കാണുന്നത്. ആ ഒരു സമയത്ത് ഇത് 2 ലക്ഷം എന്നൊക്കെ പറയുമ്പം ഇന്നത്തെ കോടികളുടെ വില ഉണ്ടാവില്ലേ. 1948 നിങ്ങൾ നോക്കണം എത്ര വർഷമായിന്ന്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് തൊട്ടടുത്ത വർഷം കൊണ്ടുവന്ന എൻജിനാണ് ഇത്, സ്റ്റീം എൻജിൻ, സ്റ്റീം ക്രെയിൻ, സ്റ്റീം അങ്ങനെ പറയാം. മാക്സിമം സ്പീഡ് 65 km/h ആണ് അതിന്. അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട്. അടിപൊളി കേട്ടോ. ആ ഒരു ക്രെയിൻ നിൽക്കുന്നതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഐ ലവ് ഗാന്ധിധാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗാന്ധിധാം സിന്ധി യൂത്ത് സർക്കിള് അവർ വെച്ചതാണെന്ന് തോന്നുന്നത് ആ ലെറ്ററിങ് ഒക്കെ. എന്തായാലും പൊളിച്ച് കേട്ടത്. ടൂൾ ബോക്സ് ഒക്കെ കാണാം, അതിൻ്റെ ടൂൾ ബോക്സ്. ഞാൻ സ്റ്റേഷൻ്റെ അവിടുന്ന് വെളിയിലേക്ക് വന്നു. ആ റിട്ടേൺ റൂമിൽ എന്തായാലും കിടക്കാൻ പറ്റൂല, ഒരു സേഫ്റ്റി ഇല്ലെന്നേ. എന്തുവായി ഇങ്ങനെയൊക്കെ ഡോർമെട്രിക്ക് ഉണ്ടാക്കി വെച്ചാൽ എങ്ങനെ മര്യാദക്ക് കിടന്നുറങ്ങും? വേറെ ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്നതല്ലേ. കുറച്ചെങ്കിലും ഒരു മര്യാദക്കാക്കിയിട്ടൊരു 300 രൂപ 350 രൂപ ആയാലും കുഴപ്പമില്ല. ഇത് വെറുതെ 95 രൂപക്ക് അവർ കൊടുക്കണേ. വെറും ഒരു കട്ടിൽ മാത്രം. ഒരു റൂമിൽ 10-25 കട്ടിലുണ്ട്. അതിൽ എത്ര പേര് വന്ന് കിടക്കുമെന്ന് ആർക്കറിയാം. മൊത്തം ബംഗാളികൾ അവരും ഇവരൊക്കെ എങ്ങനെ വിശ്വസിച്ചിട്ട് കിടന്നുറങ്ങും? ഇവിടുന്ന് കാണ്ട്ല പോർട്ടിലേക്ക് 13 കിലോമീറ്ററാണ് ഉള്ളത്. അതുപോലെ സമാഖ്യാലി ജംഗ്ഷനിലേക്ക് 52 കിലോമീറ്റർ അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. സമാഖ്യാലി റൈറ്റ് സൈഡിലേക്കും കാണ്ട്ലയിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കവാടത്തിന്, റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള. ഇത് എൻട്രി ആണ്, എക്സിറ്റ് അങ്ങപ്പുറത്തൂടെ എങ്ങാനുമാണ്. തൊട്ടിപ്പുറത്തായിട്ട് ഇങ്ങനെ ഒരു സിറ്റി, ഒരു ജംഗ്ഷൻ പോലെ കാണാം. എന്താണ് എങ്ങനെയാണെന്നുള്ള ഒരു പിടിയില്ല. മുകളിലൂടെ ഹൈവേ പോകുന്നതെന്ന് തോന്നുന്നു.
ഹൈവേ തന്നെയാ. ഇവിടുത്തെ വണ്ടിയൊക്കെ കണ്ടോ? ഇതൊക്കെ ഇത് വെള്ളം കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ ഗുജറാത്തി ഭാഷ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല. ഹിന്ദിയാണെങ്കിൽ എങ്ങനെയെങ്കിലും മനസ്സിലാക്കി എടുക്കാമെന്ന് വിചാരിക്കാം. ഇവിടുത്തെ ഓട്ടോ ഒക്കെ കണ്ടോ? വേറെ തന്നെ ഒരു ടൈപ്പ് മോഡലാണേ. ഞാനെന്തായാലും ഭുജിലേക്ക് പോകണില്ല ഇപ്പോൾ. ഇവിടെ ആ ഒരു റോഡ് പോയി കഴിഞ്ഞാൽ, മുന്നോട്ടേക്കുള്ള ആ ഒരു റോഡ് പോയി കഴിഞ്ഞാൽ കുറേ ഹോം സ്റ്റേകൾ, ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഹോണടിച്ച് വെറുപ്പിക്കുക. നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം, റൂം കിട്ടുമോ നോക്കാം. പോകുന്ന വഴിയിലൊക്കെ വഴിയോര കച്ചവടങ്ങൾ കാണാം കേട്ടോ. സ്ട്രീറ്റ് വെൻഡേഴ്സ് ഒരുപാടുണ്ട്. തുണികൾ വെക്കുന്ന കൂടുതലും, പാൻറ്റ്, ഷർട്ട്, ടീഷർട്ട് അതുപോലെയുള്ള സാധനങ്ങൾ വെക്കുന്ന സ്ട്രീറ്റ് വെൻഡേഴ്സ് ഒരുപാടുണ്ട്. അവിടുന്ന് നടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു ജംഗ്ഷൻ എത്തി. ഇവിടെ ഒരു ഹാപ്പി AC ഡോർമെട്രി ആൻഡ് റൂംസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. പോയി നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ വേറൊരു റൂം എടുത്തിട്ട് റൂമിൽ കയറി കുളിച്ച് കുട്ടപ്പനായി ഫ്രഷായി. ആ ഒരു പൊട്ട റെയിൽവേ സ്റ്റേഷൻ്റെ റിട്ടയർ റൂമിലെ ഡോർമെട്രി, എൻ്റെ ദൈവം, അത് കണ്ടിട്ട് എനിക്ക് കിളി പോയി. നിങ്ങൾ ആലോചിക്കണം എന്തുമാത്രം പ്രൈവസിയും സേഫാണെന്നുള്ളത്. അതിലെങ്ങനെ വിശ്വസിച്ചിട്ട് ഞാൻ കിടക്കും? ബാഗ്, ഫോൺ, പൈസ, ലാപ്പ് എല്ലാം ഈ രാത്രി വെളുക്കുമ്പോഴേക്കും ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതിന് എന്തുറപ്പാണുള്ളത്? ഞാൻ എന്ത് വിശ്വസിച്ചിട്ട് അവിടെ കിടക്കും? ഞാൻ നേരെ പുറത്തേക്ക് വന്നു, ഒരു റൂം കണ്ടുപിടിച്ചു. ഒരു ഹാപ്പി റൂം, AC റൂംസ് ആൻഡ് ഡോർമെട്രി എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടു. അവിടെ കയറി. ഡോർമെട്രിക്ക് ചോദിച്ചപ്പോൾ 340 രൂപ അങ്ങനെ എന്തോ ആണ് ഉണ്ടായിരുന്നത്. ഡോർമെട്രിയും അത് കുറച്ച് സേഫ് അല്ലാന്ന് തോന്നി. എന്നിട്ട് ഞാൻ ഒരു റൂം എടുത്തു. 1200 രൂപയാണ് പറഞ്ഞത്. 1100-ന് അവസാനം റൂം തന്നു. റൂം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് 1100 രൂപയ്ക്ക് എനിക്കിവിടെ കിട്ടിയ റൂമേ. ഗാന്ധിധാം ആ ഒരു സ്റ്റാൻഡ് ഏരിയയിൽ തന്നെയാണ്. ഇവിടെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു അയ കെട്ടിയിട്ടുണ്ട്. തോർത്ത്, സോക്സ്, ടവലൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഈ കയറ് ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് ബാഗിൽ വെച്ചതാണ് കേട്ടോ. AC റൂമാണേ. ACയും ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡബിൾ ബെഡാണ്. 2 പേർക്കൊക്കെ നല്ല സുഖമായിട്ട് കിടക്കാം. എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അവിടെ ലാപ്പ്, പിന്നെ ഒരു ടേബിൾ ഉണ്ട്, വർക്കിംഗ് ടേബിൾ പോലെ ഒരു ടേബിൾ ഉണ്ട്. ചാർജിങ് സോക്കറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 1, 2 ഇവിടെയുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും ബാത്റൂമൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഡോറിനാണ് ഈ ഒരു അയ കെട്ടിയിട്ടുള്ളത്. അതിപ്പോൾ തുറക്കണില്ല. ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല റൂം തന്നെയാണ്, കുഴപ്പമില്ല. ഈ കാണുന്ന ബാഗ് ഞാൻ പുതിയതായിട്ട് മേടിച്ചതാണ് കേട്ടോ. ഈ ഒരു യാത്രയിലാണ് ഈ ബാഗ് ആദ്യമായിട്ട് എടുക്കുന്നത്. ആമസോണിൽ നിന്ന് മേടിച്ചാണ്. മൗണ്ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ബാഗാണ്. ആ മൗണ്ടെയിലിൻ്റെ ട്രക്സ്ഫിയർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മോഡല് 80 ലിറ്ററിൻ്റെ ബാഗാണ്. നല്ല നൈസ് ബാഗാണ്. ഞാൻ കുറേ നോക്കി കണ്ടുപിടിച്ചെടുത്ത ബാഗാണ്. പിന്നെ അതുപോലെ ഇതും ഈ ഒരു സൈഡിലിടുന്ന ഈ ഒരു ബാഗും ഞാൻ പുതിയത് മേടിച്ച. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ലോക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. എത്രത്തോളം സേഫാണെന്നൊന്നും അറിയില്ല, എന്നാലും ഒരു ചെറിയൊരു ആവശ്യത്തിനൊക്കെ പറ്റിയ ബാഗാണ്. നമുക്ക് പേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനും, പിന്നെ പവർ ബാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ തന്നെ പിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ ഈ ഒരു ഗാന്ധിധാമിൻ്റെ സ്ഥലത്തിൻ്റെ കുറച്ച് സ്ഥലങ്ങളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഈ ഗാന്ധിധാം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഗുജറാത്തിൽ എവിടെയാണ് വരുന്നത് വെച്ചാൽ, നമ്മൾ ഗുജറാത്തിൻ്റെ മാപ്പ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയല്ലേ മാപ്പ് വരയ്ക്കുന്നത്? നമ്മൾ 3 എഴുതൂല്ലേ, ആ 3 ഇങ്ങനെ തിരിച്ചെഴുതുന്ന പോലെയാണ് മാപ്പ് വരയ്ക്കുന്നത്. ആ 3 എഴുതുന്നതിൽ ആ മുകളിലത്തെ 3ൻ്റെ പകുതി വരെയുള്ള ആ ഒരു ഭാഗത്താണ് ഈ ഒരു ഗാന്ധിധാമൊക്കെ വരുന്നത്. ആ ഒരു ഏരിയയിൽ ഗാന്ധിധാമ് മാത്രമല്ല കേട്ടോ, ഭുജ് എന്നൊക്കെ പറഞ്ഞ സ്ഥലം നിങ്ങളെ കേട്ടിട്ടുണ്ടാവില്ലേ? ഭുജ്, പിന്നെ കച്ച് എന്നും കേട്ടിട്ടുണ്ടാവും. കച്ച്, ധോളാവിര, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ധോളാവിര എന്ന് പറയുന്നത് നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഒരു സൈറ്റാണ് കേട്ടോ. ധോളാവിര എന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്തിലാണ്. ഈ ഒരു ഗാന്ധിധാം പട്ടണത്തിന് അടുത്തായിട്ട് തന്നെ ഇന്ത്യയിലെ തന്നെ 2 പ്രധാനപ്പെട്ട പോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. 2 പോർട്ടുകൾ മീൻസ് തുറമുഖങ്ങൾ. അതിൽ ഒന്നാമത്തേത് മുദ്ര പോർട്ട് എന്ന് പറയും. അതൊരു പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ പോർട്ടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ പോർട്ട് കൂടെയാണ് ഈ ഒരു മുദ്ര പോർട്ട് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഗുജറാത്തിലെ ഗാന്ധിധാമിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് നിയന്ത്രിക്കുന്നത് അദാനിയും സെസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയും കൂടി, അവർ 2 കൂടിയും ചേർന്നാണ് മുദ്ര പോർട്ട് പ്രവർത്തിപ്പിക്കുന്നത്. പിന്നെ 2ാമത്തെ പോർട്ടാണ് കാണ്ട്ല പോർട്ട് എന്ന് പറയും. നിങ്ങൾ PSCക്കൊക്കെ പഠിക്കുന്നവർ പഠിച്ചിട്ടുണ്ടാവും. അത് അല്ലാത്തവർക്കും അറിയായിരിക്കും. ഒരു ബേസിക് നോളജ് ഒക്കെ
അറിയുന്നവർക്ക് എന്തായാലും അറിയായിരിക്കും. കാണ്ട്ല പോർട്ട് എന്ന് അറിയും. ആ കാണ്ട്ല പോർട്ടും ഈ ഒരു ഗാന്ധിധാമിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് കാണ്ട്ല പോർട്ട് ഉള്ളത്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. കാണ്ട്ല പോർട്ടിന് ദീൻ ദയാൽ പോർട്ട് എന്നാണ് ഇപ്പൊ പേര് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ആ പോർട്ട് അറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം 13 മേജർ ആയിട്ടുള്ള, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 13 തുറമുഖങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അത് മേജറാണ്. മൈനർ ആയിട്ടുള്ളത് ഒരുപാടുണ്ടാവും. ചെറിയ ചെറിയ പോർട്ടുകൾ എല്ലാ കടലിന്റെ സൈഡിലും ഇങ്ങനെ ഉണ്ടാവും ഓരോ സംസ്ഥാനത്തിൻ്റെയും. അത് മേജറായിട്ട് കൂട്ടൂല, അത് മൈനർ പോർട്ടുകളായിട്ടാണ് കൂട്ടുന്നത്. ആ ഒരു മൈനർ പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 200-ന് മുകളിലുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ വിദേശ ഇറക്കുമതി എടുത്ത് നോക്കുന്ന സമയത്ത് ഏകദേശം 95% മുകളിൽ നടക്കുന്നത് ഈ ഒരു പോർട്ടുകൾ വഴിയാണ്, തുറമുഖങ്ങൾ വഴിയാണ് കേട്ടോ. ഇറക്കുമതികൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഡീസല്, പെട്രോള്, മണ്ണെണ്ണ ഇപ്പം എല്ലാവരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. എന്നാലും പറയാണ്, ഈ ഒരു സംഗതികളൊക്കെ വരുന്നത് തുറമുഖങ്ങൾ വഴിയാണ് കേട്ടോ. വിദേശത്തുനിന്ന് ഇങ്ങോട്ടേക്ക് തുറമുഖങ്ങൾ വഴി വന്ന് ഇവിടുന്ന് അത് ഇങ്ങോട്ടേക്ക് മാറ്റി ടാങ്കറുകളിലും പിന്നെ ഫ്രൈറ്റ് ട്രെയിനുകളിലും ഒക്കെ കയറ്റി ഇന്ത്യയിലെ പല പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു തുറമുഖങ്ങളിൽ നിന്നാണ്. ഇവിടെ HP ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ഒക്കെ ഒരുപാട് പ്ലാന്റുകളുണ്ട്. ഇവിടെ നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് എണ്ണയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാണ്ട്ല പോർട്ടില്ലേ, ഈ കാണ്ട്ല പോർട്ട് നിർമ്മിച്ചത് 1950 ഇന്ത്യ തന്നെയാണ്. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ ആദ്യമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പോർട്ട് കൂടെയാണ് കാണ്ട്ല പോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ആ ഒരു പോർട്ടിനുണ്ട്. അതുപോലെ കാണ്ട്ല പോർട്ട് നിൽക്കുന്നത് ഗൾഫ് ഓഫ് കച്ചിലാണ് കേട്ടോ. നമ്മൾ 3 എഴുതുന്ന സമയത്ത് ഒരു പകുതി മറ്റേ പകുതിയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിലേക്ക് കടൽ കയറി നിൽക്കുന്ന ആ ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഗൾഫ് ഓഫ് കച്ച്. ആ കച്ചിലാണ് കാണ്ട്ല പോർട്ട് ഉള്ളത്. അങ്ങനെയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ കടൽ വെള്ളം കുറച്ച് ഇങ്ങനെ കയറി നിൽക്കുകയും ഇടയ്ക്ക് അത് ഇറങ്ങിപ്പോവുകയും ചെയ്യും. വേലിയേറ്റം വേലിയിറക്കം നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലമാണ് ആ ഒരു ഗൾഫ് ഓഫ് കച്ച് ഏരിയ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ വേലിയേറ്റവും വേലി ഇറക്കവും നടക്കുന്ന മേജർ പോർട്ടുകളിൽ ഒരെണ്ണമാണ് ഈ ഒരു കാണ്ട്ല പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഗാന്ധിധാമിൻ്റെ കുറച്ചപ്പുറമായിട്ട് അംബേധാം ക്ഷേത്രമുണ്ട്, ഒരു ടെമ്പിൾ ഉണ്ട്. പിന്നെ ഒരു ഗാന്ധി സമാധി മണ്ഡപമുണ്ട്. അതൊക്കെ കുറച്ച് അങ്ങോട്ടേക്ക് പോകണം. ബസ് അവിടെ നിന്ന് ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു ടയേർഡ് ആയിരുന്നു. പിന്നെ റൂമൊക്കെ കണ്ടുപിടിച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അടുത്ത ദിവസം ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യണ്ടല്ലേ. ഇനി അടുത്ത് ഈ ഒരു ഗാന്ധിധാമിൽ കറങ്ങാതെ നേരെ അഹമ്മദാബാദ് പോയിട്ട് അഹമ്മദാബാദിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ഉള്ളത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് നമോ ഭാരത് റാപ്പിഡ് റെയിൽ, ഇവിടുത്തെ വന്ദേ ഭാരത്, സാധാരണക്കാരുടെ വന്ദേ ഭാരത് ആയിട്ടുള്ള നമോ ഭാരതിൻ്റെ വീഡിയോ ആണ്. അഹമ്മദാബാദ് വരെയുള്ള യാത്ര, ഗാന്ധിധാം ടു അഹമ്മദാബാദ്, ആ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ കൂടിക്കോ, നമുക്ക് അടിച്ചു പൊളിക്കാം. ഈ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് നമുക്ക് പരമാവധി അടിച്ചു പൊളിച്ച് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആ ഒരു ഫീല് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ബൈ ബൈ.